നമസ്കാരം, സിനിമാ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ദുരന്തർ എന്ന സിനിമ കണ്ടിറങ്ങിയതിനു ശേഷം നിങ്ങൾ ആരും നായകനായ രൺവീർ സിംഗിനെ കുറിച്ച് സംസാരിക്കില്ല, അത് ഉറപ്പാണ്. നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് അക്ഷയ് ഖന്നയുടെ കഥാപാത്രമായ റഹ്മാൻ ഡക്കായിറ്റിനെ കുറിച്ചാണ്. എന്തൊരു സ്വാഗ്, എന്തൊരോറ. ആ മനുഷ്യന്റെ എൻട്രി സോങ്ങും അതിലെ ഡാൻസ് സ്റ്റെപ്പുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദുരന്തർ എന്ന സിനിമ ഇത്രയധികം ചർച്ചയാവുന്നതിന് പ്രധാന കാരണം അതിലെ നായകനോ കഥയോ അല്ല, മറിച്ച് വില്ലന്റെ വേഷത്തിലെത്തിയ അക്ഷയ് ഖന്നയുടെ കാന്തശക്തിയുള്ള പ്രകടനമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രകടനത്തെ ആഴത്തിൽ വിശകലനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അക്ഷയ് ഖന്നയുടെ സ്ക്രീൻ പ്രസൻസ് അപാരമാണ്. അദ്ദേഹത്തിന്റെ സ്വാഗ്, ഓറ എന്നിവ രൺവീർ സിംഗിനൊപ്പം സ്ക്രീൻ പങ്കിടുമ്പോൾ പോലും രൺവീറിനെ നിഷ്പ്രഭനാക്കുന്നു. രൺവീറും അക്ഷയ് ഖന്നയും ഒരുമിച്ച് സ്ക്രീനിൽ നിൽക്കുമ്പോൾ അക്ഷയ് ഖന്നയുടെ ഉയരവും തൂക്കവും പരിഗണിക്കുമ്പോൾ പോലും രൺവീറിന് അദ്ദേഹത്തിനെ ഓവർ ഷാഡോ ചെയ്യാൻ സാധിക്കുന്നില്ല. അക്ഷയ് ഖന്ന വേറൊരു ലീഗിൽ നിൽക്കുന്ന പോലെയാണ് ഈ സ്ക്രീനിൽ അനുഭവപ്പെടുന്നത്. ദൃശ്യം 2 കണ്ടതിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ഈ കഥാപാത്രത്തെ പൂർണ്ണമായും മാറിയ ഒരു അക്ഷയ് ഖന്നയാണ് ദുരന്തറിൽ കാണാൻ സാധിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ തരംഗമായ ഒരു ഗാനരംഗം സിനിമയിലെ അതിഗംഭീരമായ ഒരു സീനാണ്. ഒരു ബലോച്ച് നേതാവിനെ കാണാനായി റഹ്മാൻ ഡക്കായിറ്റ് കാറിൽ നിന്നിറങ്ങുന്നു. അവിടെ അദ്ദേഹം സ്വീകരിച്ച ആ പാട്ടിനൊപ്പം ചുവടുവെച്ച് അദ്ദേഹം നേതാവിനെ കാണാൻ പോകുന്നു. തന്റെ ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും അത് അംഗീകരിച്ച ബലോച്ച് നേതാവിന്റെ അടുത്ത് നിന്ന് രൺവീറിനൊപ്പം മടങ്ങിപ്പോവുകയും ചെയ്യുന്നത് വരെയുള്ള ആ രംഗം സിനിമയിലെ ഒരു മികച്ച സന്ദർഭങ്ങളിലൊന്നാണ്. സിനിമയുടെ തുടക്കത്തിൽ രൺവീർ സിംഗിന്റെ കഥാപാത്രത്തിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ സിനിമയുടെ പോയിന്റ് ഓഫ് വ്യൂ രൺവീറിൽ നിന്നും പിന്നെ അക്ഷയ് ഖന്നയുടെ റഹ്മാൻ ഡക്കായിറ്റിലേക്ക് മാറുന്നു. ഈ മാറ്റത്തോടെ തന്നെ സിനിമയുടെ തലം തന്നെ മാറുകയാണ്. പിന്നീട് ദുരന്തർ എന്നത് റഹ്മാന്റെ പ്രതികാരം, റഹ്മാന്റെ വളർച്ച, റഹ്മാന്റെ സിംഹാസനം എന്നിവയുടെ കഥയായി മാറും. ഇവിടെ നിന്നുകൊണ്ടാണ് ദുരന്തർ കുറച്ചുകൂടി അതിഗംഭീരമായ ഒരു എഫക്റ്റിലേക്ക് എത്തുന്നത്. ഈ കഥാപാത്രത്തിന്റെ ആഴം പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രചോദനമായ യഥാർത്ഥ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കണം. ദുരന്തർ ഒരു സെമി ഫിക്ഷണൽ സിനിമയാണ്, അതായത് യഥാർത്ഥ സംഭവങ്ങളുടെയും വ്യക്തികളുടെയും ആസ്പദമാക്കി ഒരുക്കിയ ഒരു കഥ. സ്ക്രീനിൽ നാം കാണുന്ന റഹ്മാൻ ഡക്കായിറ്റ് എന്ന കഥാപാത്രത്തെ ശരിയായി മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ പിന്നിലെ യഥാർത്ഥ ചരിത്രം തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. കറാച്ചിയിലെ ലിയാമി ടൗണിൽ നിന്നുള്ള സർദാർ അബ്ദുൾ റഹ്മാൻ ബലോച്ച് എന്ന റഹ്മാൻ ഡക്കായിറ്റിന്റെ ജീവിതമാണ് ഈ സിനിമയുടെ ആധാരം. കറാച്ചിയിലെ ഏറ്റവും വലിയ ഗുണ്ടയായിരുന്നു റഹ്മാന്റെ പിതാവ്. അച്ഛൻ മരണപ്പെട്ടതോടെ ആ സാമ്രാജ്യം മുഴുവൻ റഹ്മാന്റെ കൈകളിലേക്ക് വന്നു. തന്റെ 13-ാം വയസ്സിൽ സ്വന്തം അമ്മയുടെ കഴുത്തറുത്ത് കൊന്നുകൊണ്ടാണ് റഹ്മാൻ കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് പ്രവേശിക്കുന്നത്. 90കളുടെ അവസാനത്തോടെ ഹാജി ലാലുവിന്റെ സംഘത്തിൽ ചേർന്ന റഹ്മാൻ 2001 ലാലു അറസ്റ്റിലായതോടെ സംഘത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു. 2001 മുതൽ 2009 വരെ ലിയാരി ടൗൺ അടക്കിവാണത് റഹ്മാനായിരുന്നു. തട്ടിക്കൊണ്ടുപോകൽ, മയക്കുമരുന്ന് മാഫിയ, പെൺവാണിഭം തുടങ്ങിയ നിരവധി കുറ്റകൃത്യങ്ങൾക്ക് ഇദ്ദേഹം നേതൃത്വം നൽകിയിരുന്നു. 2009 തന്റെ 34-ാം വയസ്സിൽ കറാച്ചി പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടൽ റഹ്മാൻ ഡക്കായിറ്റ് കൊല്ലപ്പെട്ടു. ഈ യഥാർത്ഥ സംഭവങ്ങളുടെ എല്ലാം ഒരു സമ്മിശ്രമായ നേർക്കാഴ്ചയാണ് ദുരന്തർ എന്ന സിനിമ നൽകുന്നത്. 2008 മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പോലും റഹ്മാൻ ഡക്കായിറ്റിന്റെ നേതൃത്വമായിരുന്നു എന്ന് ഈ സിനിമ പറഞ്ഞു വെക്കുകയാണ്. അക്ഷയ് ഖന്നയുടെ ഒരു സൂപ്പർ പ്രകടനത്തിനപ്പുറം ഒരു സിനിമാറ്റിക് വർക്ക് എന്ന നിലയിലും ദുരന്തർ മികച്ചു നിൽക്കുകയാണ്. ഒരു സമ്പൂർണ്ണ അവലോകനത്തിനായി സിനിമയുടെ സംവിധാനം, വേഗത, മറ്റ് പ്രകടനങ്ങൾ എന്നിവ കൂടി നമുക്ക് വിലയിരുത്താം. ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ പ്രശസ്തനായിരുന്ന ആദിത്യ ധർ ആണ് ദുരന്തറിന്റെ സംവിധായകൻ. 3.5 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയാണെങ്കിൽ പോലും ഒരു തരത്തിലും ലാഗ് അനുഭവപ്പെടാത്ത രീതിയിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹവാ ഹവാ എന്ന ഗാനത്തിന്റെ അകമ്പടിയോടെയുള്ള സഞ്ജയ് ദത്തിന്റെയും ഗംഭീര ഇൻട്രൊഡക്ഷൻ സീനിനൊപ്പം അർജുൻ രാംപാൽ, രൺവീർ സിംഗ് എന്നിവരുടെ പ്രകടനവും ഈ സിനിമയ്ക്ക് മുതൽക്കൂട്ടാവും. സിനിമയെക്കുറിച്ച് എടുത്തു പറയാവുന്ന ഒരേ ഒരു നെഗറ്റീവ് പോയിന്റ് രൺവീർ സിംഗും സാറ അർജുൻ തമ്മിലുള്ള ഓൺ സ്ക്രീൻ ജോഡിയാണ്. കഥയിൽ രൺവീറിന്റെ കഥാപാത്രത്തിന് 32 വയസ്സും സാറയുടെ കഥാപാത്രത്തിന് 19 വയസ്സുമാണ്. ഈ പ്രായ വ്യത്യാസം കഥയുടെ ഭാഗമാണെങ്കിൽ പോലും സ്ക്രീനിൽ കാണുന്ന ഈ പ്രേക്ഷകർക്ക് ഭയങ്കര ഓക്വേർഡായിട്ട് അനുഭവപ്പെടുന്നു. ദുരന്തർ ഒരു പ്രൊപ്പഗണ്ട സിനിമയാണോ എന്ന് ഒരു ഡിബേറ്റർ ചോദ്യമാണ്. സിനിമയിൽ പലയിടത്തും BJP ഗവൺമെന്റിനെ പുകഴ്ത്തുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് മാത്രം കണക്കിലെടുത്ത് ഇതിനെ ഒരു പ്രൊപ്പഗാണ്ട സിനിമയെന്ന് പൂർണ്ണമായി മുദ്രകുത്താൻ സാധിക്കുമോ എന്നുള്ളത് 2 തട്ടിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. ഇതിനൊരു കൃത്യമായി ഉത്തരം നൽകേണ്ടതിന് പകരം ഈ ചോദ്യം പ്രേക്ഷകരുടെ വിലയിരുത്തലിനായി വിടുകയാണ്. രൺവീർ സിംഗിനേക്കാൾ ഉപരി ഈ സിനിമയുടെ യഥാർത്ഥ താരം അക്ഷയ് ഖന്ന തന്നെയാണ്. റഹ്മാൻ ഡക്കായിറ്റിന്റെ ഞെട്ടിക്കുന്ന യഥാർത്ഥ ജീവിതകഥ ഈ സിനിമയ്ക്ക് ആഴം നൽകുന്നുണ്ട്. ദൈർഘ്യം കൂടുതലാണെങ്കിലും ഒട്ടും മുഷിച്ചില്ലാതെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമാറ്റിക് അനുഭവമാണ് ദുരന്തർ. നിങ്ങൾ ദുരന്തർ കണ്ടിട്ടുണ്ടോ? സിനിമയുടെ ആരുടെ പ്രകടനമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.